ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ലൂസിഫർ സിനിമയിലെ ആ പള്ളി കാണാൻ വേണ്ടിയാണ്. ആ പള്ളി കാണാൻ പോകുന്നതിന് മുമ്പ് ഒരു കിടിലൻ സ്പോട്ട് ഉണ്ട്. അപ്പോൾ ആ സ്പോട്ട് നിങ്ങൾക്കായിരുന്നു പരിചയപ്പെടുത്താം. ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്നൊരു സ്ഥലമായിരിക്കണം, എങ്കിലും അറിയാത്തവർക്കായിട്ട് ആ സ്ഥലം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ വാഗമണിൽ നിന്നും ഏകദേശം 10 കിലോമീറ്ററോളം പോകണം നമ്മുടെ ചർച്ചിലേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊട്ടക്കുന്ന് വഴി ആണ് നമുക്ക് പോകേണ്ടത്. അതായത് മൊട്ടക്കുന്ന് പാസ് ചെയ്ത് കുറച്ച് ഒരു 10 കിലോമീറ്റർ പോയാലാണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മൊട്ടക്കുന്ന് പാസ് ചെയ്ത് ജസ്റ്റ് പോകുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയൊരു കുന്ന് കാണാം. അപ്പം ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ ആളും തിരക്കൊന്നും കണ്ടില്ല, അത്യാവശ്യം നല്ലൊരു കുന്ന് കണ്ട്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ആ കുന്നിൽ കയറിയപ്പോഴത്തേക്കും നല്ല അതിമനോഹരമായ വ്യൂ ഉള്ള ഒരു നല്ല കിട്ടിലിനൊരു കുന്നാണ്. ഇതാണ് ആ കുന്ന്. ഈ കുന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ മൊട്ടക്കുന്ന് പാസ് ചെയ്ത് കഴിഞ്ഞാൽ മതി, റൈറ്റ് സൈഡിൽ കാണാം. ആദ്യം തിരക്കൊന്നും കണ്ടില്ല, ഒറ്റ ആളെയും കണ്ടില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ അവിടെ കയറി. കാരണം മൊട്ടക്കുന്നിനൊക്കെ അവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മൊട്ടക്കുന്ന് കയറാതെ നേരെ ഇങ്ങോട്ട് വന്നത്. ഈ ഒരു കുന്ന് കറക്റ്റായിട്ട് സ്ഥിതി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മൊട്ടക്കുന്നിൻ്റെയും പൈൻ ഫോറസ്റ്റിൻ്റെ ഏകദേശം നടുക്കായിട്ടാണ്. ആ കാണുന്നതാണ് പൈൻ ഫോറസ്റ്റ്. ഇവിടെ നിന്നാൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് നല്ല അടിപൊളി വ്യൂ, ഇങ്ങനെ ആ മരങ്ങളെല്ലാം ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നതൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ മൊട്ടക്കുന്ന് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ കഴിയും. അവിടെ ആളുകൾക്ക് നടന്നു പോകുന്നതൊക്കെ കാണാൻ കഴിയും. ഇവിടെ നോക്കി തന്നെ ഒരുപാട് ഈ മൊട്ടക്കുന്ന് പോലെ, അതായത് മരങ്ങളൊന്നും ഇല്ലാത്ത കുറേ കുന്നുകളും ദൂരെയൊക്കെ നിൽക്കുന്ന കാണാൻ ഒരു മനോഹരമായ വ്യൂ ഉണ്ട് ഇവിടെ. നമുക്ക് ആ റോഡ് വഴി അങ്ങോട്ടാണ് നമുക്ക് നമ്മുടെ ആ ഡ്രാക്കുള പള്ളി എന്നറിയപ്പെടുന്ന ലൂസിഫർ സിനിമയിലെ ചർച്ചിലേക്ക് പോകേണ്ടത്. ഈ കുന്നിന് അങ്ങനെ പ്രത്യേക പേരുണ്ടോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. വളരെ യാദൃശ്ചികമായിട്ട് മൊട്ടക്കുന്ന് പാസ് ചെയ്തപ്പോഴാണ് ഈ ഒരു കുന്ന് ഞങ്ങൾ കണ്ടത്. ഞങ്ങളവിടെ ചെന്ന് ഏകദേശം ഒരു 5 മണി കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ആളും തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വണ്ടി നിർത്തിയതും. അവിടെ ആയിരുന്നു നമ്മൾ നിന്നിരുന്നത്. അവിടെ നിന്ന് നടന്ന് ഞാൻ കുറച്ച് മുമ്പോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ നമുക്ക് നടന്ന് വരാനൊക്കെ പറ്റും. ഞാൻ നടന്നു വരാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ 2 കുന്ന് കണ്ട്, 2 അല്ലെങ്കിൽ മല കണ്ടു. അപ്പോൾ അതിലെ 2ാമത്തെ മലയുടെ മുകളിലായിട്ട് ജീപ്പ് നിൽക്കുന്നുണ്ട്, ഇതെണ്ണ അവിടെ ആയിട്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവിടെ നിന്നാലും നമുക്ക് നല്ല അടിപൊളി വ്യൂ കിട്ടുമെന്ന് ഉറപ്പാണ്. അതേ നോക്കി, ആ കാണുന്നതാണ് നമ്മുടെ പൈൻ ഫോറസ്റ്റ്. നല്ല മനോഹരമായ വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ കഴിയും. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇവിടെ അധികം ആളുകൾ വരാത്ത സ്ഥലമായിരിക്കുമെന്ന് വിചാരിച്ചത്. പക്ഷേ പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നതാണ്. അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ കണ്ടപ്പോഴാണ്. ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികൾ ഇങ്ങനെ വലിച്ചെറിഞ്ഞേക്കാണ്. നിങ്ങൾക്ക് ഇതേ കാണാൻ കഴിയും. ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികൾ ഇങ്ങനെ വലിച്ചെറിഞ്ഞേക്കാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ആളുകൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. കാരണം ഡിസ്പോസിബിൾ പ്ലേറ്റും എല്ലാം ഇങ്ങനെ വലിച്ചെറിഞ്ഞേക്കുണ്ടായിരുന്നു. നമ്മുടെ ആളുകൾ എത്ര പറഞ്ഞാലും മനസ്സിലായി. ശരിക്കും സങ്കടം തോന്നിയൊരു കാഴ്ചയായിരുന്നു. നമുക്ക് എണ്ണം പോലും ഇല്ല, ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികളാണ് ഇങ്ങനെ വലിച്ചെറിഞ്ഞേക്കുന്നത്. ഏതായാലും നമ്മുടെ ലക്ഷ്യസ്ഥാനമായ ലൂസിഫർ ചർച്ചിലേക്ക് പോകാനുള്ള സമയം സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിഷ്വൽസ് നിങ്ങളോട് ഷെയർ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ ഡ്രാക്കുള പള്ളി എന്നറിയപ്പെടുന്ന ലൂസിഫർ സിനിമയിലെ ചർച്ചിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ എത്തിയപ്പോഴത്തെ ഏകദേശം ഒരു 6 മണി ആയിട്ടുണ്ട്. 6 മണി ആയതുകൊണ്ടാണോ അല്ലെ ആ സന്ധ്യയുടെ സമയം കൊണ്ടാണോ എന്ന് അറിയത്തില്ല, അത്യാവശ്യം നല്ലൊരു ഭീകരത നമുക്ക് ഫീൽ ചെയ്യും. ആ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഇലകളൊന്നും ഇല്ലാത്ത മരവും. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഗേറ്റ് അടച്ചിട്ടേക്കുണ്ട്, പക്ഷേ അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു വഴിയുണ്ട് നമുക്ക് അകത്തേക്ക് കയറാനുള്ളത്. തള്ളി തുറന്ന് നമുക്ക് അകത്തേക്ക് കയറാം. നമ്മൾ നേരത്തെ കണ്ട കുന്നിൻ്റെ അവിടെ ഏകദേശം ഒരു 10 കിലോമീറ്റർ വരണം. വരുന്ന വഴിക്ക് ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു ഫാക്ടറി കാണാം, ടീ ഫാക്ടറി കാണാം. ആ സന്ധ്യ സമയത്ത് നമുക്ക് ആ ടീ ഫാക്ടറി സ്ഥലത്ത് അത് നമുക്ക് കണ്ടെന്നൊരു പേടി തോന്നും. കാരണം നല്ലതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ് നാമാവശേഷമായി മാത്രം നിൽക്കുന്നൊരു ടീ ഫാക്ടറിയാണത്. അപ്പോൾ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ചുറ്റും വീടുകളോ അല്ലെങ്കിൽ ആളുകളോ ഒന്നും കണ്ടില്ല. ആ സന്ധ്യാസമയമായതുകൊണ്ടായിരിക്കണം ആളുകളെയൊന്നും കണ്ടില്ല, പക്ഷേ അവിടെ ഒറ്റ വീടുകളില്ല. ഈ പള്ളിയുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു മരം. ഈ മരം സത്യം പറഞ്ഞാൽ ആ പള്ളിക്ക് ഒരു ഭീകരത കൂട്ടുന്നുണ്ട്. നമുക്ക് സത്യം ചെറിയൊരു പേടിയൊക്കെ വരും. ഈ പള്ളിയെ പറ്റി അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെയിൻറ്റ് ആൻഡ്രൂസ് CSI ചർച്ചാണ്. ഇവിടെ നമ്മുടെ ലൂസിഫർ സിനിമയിൽ ലാലേട്ടനും മഞ്ജു വാര്യരും വന്ന് കാണുന്നൊരു സീനുണ്ട്. അത് ഷൂട്ട് ചെയ്തേക്കുന്നത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ്. പക്ഷേ ആ സിനിമയിൽ ഈ ഒരു പള്ളി പൊളിഞ്ഞ് തകർന്ന് കിടക്കുന്നൊരു പള്ളിയാണ്. ആ സിനിമയുടെ സക്സസിന് ശേഷമാണ് ഈ പള്ളി ഇതുപോലെ പുതുക്കി പണിഞ്ഞു കൊടുത്തത്. സിനിമയ്ക്ക് വേണ്ടി അഡീഷണലായിട്ട് വലിയൊരു കുരിശും കൂടാതെ കല്ലറയൊക്കെ അഡീഷണലായിട്ട് സിനിമക്കാർ പണിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കല്ലറയുടെ മുകളിൽ ഇരുന്നുകൊണ്ട് ലാലേട്ടൻ സംസാരിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ആ സിനിമ കണ്ടവർക്ക് മനസ്സിലായില്ല. സിനിമ ഒന്നുകൂടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതിനകത്ത് കാണാൻ ലാലേട്ടൻ ആ കല്ലറയുടെ പുറത്തിട്ട് സംസാരിക്കുന്നത്. അതൊക്കെ അഡീഷണലായിട്ട് പണിതാണ്. ഈ പള്ളി ഇവിടെ നിർമ്മിച്ചതെന്ന് വെച്ചാൽ ഫെബ്രുവരി 15, 1952 ഒരു ബ്രിട്ടീഷുകാരനാണ്, JM വിൽക്കി എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാരനാണ് അവിടുത്തെ തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു പള്ളി അവിടെ പണി കഴിപ്പിച്ചത്. ഇത് ആക്ച്വലി ഒരു യൂണിയൻ ചർച്ചായിരുന്നു. അതായത്
CSI, ഓർത്തഡോക്സ്, യാക്കോബൈറ്റ്, മാർത്തോമ, അങ്ങനെ എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ളൊരു കോമൺ ആയിട്ടുള്ള ഒരു ചർച്ചാണ്. കാരണം പല ഭാഗത്തു നിന്നും വന്നിട്ടുള്ള തൊഴിലാളികളെല്ലാം താമസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു അവിടെ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി കോമൺ ആയിട്ട് പണിയെടുപ്പിച്ചായിരുന്നു ഈ ഒരു ചർച്ച്. ഏകദേശം 20 കൊല്ലം മുമ്പ് നമ്മൾ വരുന്ന വഴിക്ക് കണ്ട ആ ഒരു ടീ ഫാക്ടറിയിൽ തൊഴിലാളി സമരം വരികയും പിന്നീട് ഇത് അടച്ചിടുകയും ചെയ്തു. പിന്നീട് ആ ഫാക്ടറി ഒരിക്കലും തുറന്നില്ല. അങ്ങനെയാണ് ആ ടീ ഫാക്ടറി നശിച്ചു പോയത്. അത് ഈ ഒരു പള്ളിയെ ബാധിക്കുകയും ചെയ്തു. പിന്നീട് ആളുകൾ പ്രാർത്ഥിക്കാൻ വരാതൊക്കെയായാണ് ഈ ഒരു പള്ളി നശിച്ചു പോയത്. കൂടാതെ മറ്റുള്ളവർക്കും പ്രാർത്ഥിക്കാനായിട്ട് അവരുടേതായ പള്ളികൾ അവർ നിർമ്മിക്കുകയും ചെയ്തു. ഇതിപ്പം CSI ചർച്ചാണെങ്കിലും അന്ന് അത് കോമൺ ആയിട്ടുള്ളതായിരുന്നു. പിന്നീട് ബാക്കി എല്ലാവർക്കും അവരുടേതായ ചർച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് ഈ ഒരു പള്ളി അത് ബാധിക്കുകയും പതുക്കെ പതുക്കെ ഇത് ഇല്ലാതാകുകയും ചെയ്തു. അങ്ങനെ ആരും വരാതായപ്പോഴാണ് ഈ ഒരു പള്ളിയെ ഡ്രാക്കുള പള്ളി എന്ന് അവിടുത്തെ നാട്ടുകാർ വിളിച്ചു തുടങ്ങിയത്. 2016 വീണ്ടും അവിടെ ഒരു വികാരി അച്ഛൻ വരികയും വീണ്ടും പ്രാർത്ഥനയൊക്കെ തുടങ്ങിയെന്ന് ആണ് അറിയാൻ കഴിഞ്ഞത്. ലൂസിഫർ സിനിമയുടെ ലൊക്കേഷൻ ഹണ്ട് നടക്കുന്ന സമയത്തേക്ക് അതിൻ്റെ ക്രൂ മെമ്പേഴ്സാണ് ഈ പള്ളിയെപ്പറ്റി അറിഞ്ഞതും ഈ ഒരു പള്ളി നമ്മുടെ പടത്തിന് വേണ്ടി അവർ ചൂസ് ചെയ്തു. ഞങ്ങൾ ചെന്ന സമയവും പിന്നെ ഒറ്റ മനുഷ്യരില്ലായിരുന്നതും ഈ ഒരു ഒറ്റപ്പെട്ടിരിക്കുന്ന പള്ളിയും, പ്രത്യേകിച്ച് ഈ എടുത്ത് പറയേണ്ടത് ഈ ഒരു മരമൊക്കെ ഈ ഒരു പള്ളിക്കൊരു ഭീകരത നൽകുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലത്ത് വരാൻ പറ്റുന്നവർ വരിക. ഒരുപാട് ആളുകളൊക്കെ വരുന്നതാണ്. ഞങ്ങൾ ചെന്ന സമയം സന്ധ്യ ആയതുകൊണ്ടാണ് ആളുകളില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ശരിക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റി. ആ ഒരു ഭീകരത ഞങ്ങൾക്കത് നല്ലതായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.